കോഴിവില കുറയ്ക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ സിപിഎം അനുകൂല സംഘടനയായ പൌൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാദം അംഗീകരിക്കാനാവില്ലെന്നും കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതിനെതിരെ നടപടിയെടുത്താൽ കടകൾ അടച്ച് സമരം നടത്തുമെന്ന മുന്നറിയിപ്പുമായി സംഘടന രംഗത്തെത്തി. ജിഎസ്ടിയിൽ 14% നികുതി കുറഞ്ഞിട്ടും സംസ്ഥാനത്തെ കോഴിവില കൂടുകയാണ്. ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച മുതൽ 87 രൂപയ്ക്ക് കോഴി വിൽക്കണമെന്ന് ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് കർശന നിർദ്ദേശം നൽകിയത്. എന്നാൽ കോഴി ലഭ്യത കുറഞ്ഞതിനാലാണ് വില കൂടിയതെന്നും വില കുറച്ച് വിൽക്കുന്നതുമല്ലെന്നാണ് വ്യാപാരി സംഘടനയായ പൌൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതിയുടെ നിലപാട്. ഒരു കാരണവശാലും 87 രൂപയ്ക്ക് കോഴി തിങ്കളാഴ്ച മുതൽ വിൽക്കാൻ സാധിക്കില്ല. 85 രൂപ കർഷകന് ഇതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട് കോഴിയുടെ. പിന്നെ ഇങ്ങനെയാണ് 87 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുക. അതുമാത്രമല്ല, കേരളത്തിലെ ഇപ്പോൾ കോഴി ഒട്ടുമില്ലാത്തതുകൊണ്ടാണ് വില വർദ്ധിച്ചത്. അല്ലാതെ കോഴി പിടിച്ചു വയ്ക്കുവാനോ പൂത്തി വയ്ക്കാനോ സാധിക്കുന്ന ഉൽപ്പന്നമല്ല. ഞായറാഴ്ച വരെ ഇപ്പോഴത്തെ വിലയ്ക്ക് വിൽക്കാനാണ് തീരുമാനം. ഞായറാഴ്ച തൃശൂരിൽ ചേരുന്ന യോഗത്തിൽ സർക്കാർ തീരുമാനത്തിനെതിരെ സമരമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. തമിഴ്നാട്ടിൽ നിന്ന് കോഴി എത്തിക്കുന്നത് നിർത്തിവെച്ച് കടകളടച്ച് സമരം ചെയ്യാനാണ് ആലോചന. മീഡിയ 1 തൃശൂർ.